2023 NEET examination question. Light travels a distance x in time t1 in air and 10x in time t2 in another denser medium. So, ഇവിടെ x distance travel ചെയ്യാൻ അത് എടുക്കുന്ന സമയം t1 ആണ്. രണ്ടാമത്തെ മീഡിയത്തിൽ 10x distance travel ചെയ്യാൻ എടുക്കുന്ന സമയം t2 ആണ്. What is the critical angle for the medium? Critical angle കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ sin c is equal to 1/n എന്നാണ്. n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? c/v2/c/v1 അല്ലെങ്കിൽ സിയും കട്ട് ചെയ്താൽ v1/v2 എന്ന് എഴുതാം. എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഒന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ് എക്സും ടൈം t1ഉം. സോ നമുക്കിതിനെ x/t1 എഴുതാം. രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? d2/t2. രണ്ടാമത്തെ കേസിൽ ഡിസ്റ്റൻസ് 10x ടൈം t2. ഇപ്പോൾ രണ്ട് വെലോസിറ്റീസും കിട്ടിയാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് v1/v2 ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് v1/v2. ഇവിടെ v1ന്റെ വാല്യൂ x/t1ഉം v2ന്റെ വാല്യൂ 10x/t2. സോ x/t1ഉം 10x ഡിവൈഡഡ് ബൈ t2. എക്സും എക്സും ക്യാൻസൽ ചെയ്തു. t2 ന്യൂമറേറ്ററിലോട്ട് പോയാൽ t2/10t1 വരും. നമുക്കിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി കഴിഞ്ഞു. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. sin c is equal to 1/n. sin c is equal to 1/t2/10t1. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ t2/10t1 ആണ്. റെസിപ്രോക്കൽ എടുത്താൽ 10t1/t2 എന്ന് കിട്ടും. sin c is equal to 10t1/t2 ആണെങ്കിൽ c എന്ന് പറയുന്നത് sin ഇൻവേഴ്സ് 10t1/t2 ആയിരിക്കും. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് sin ഇൻവേഴ്സ് 10t1/t2. ആൻസർ ഇസ് ഓപ്ഷൻ 3.